കുട്ടി കുട്ടി ജേർണൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിച്ചു തന്നാലോ? ഇതാണ്. എനിക്ക് അങ്ങനെ ജേർണൽ ബുക്കോ അങ്ങനെ സ്റ്റിക്കേഴ്സ് അങ്ങനെ ഒന്നുമില്ല, ജേർണൽ ചെയ്യണ സാധനങ്ങളൊന്നുമില്ല. ബട്ട് ഞാൻ തട്ടിക്കുട്ടിയെല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. കഴിച്ചുതരാം. ആദ്യം തന്നെ ഈ ഒരു യെല്ലോ തീമില് കുറച്ച് പിക്ചേഴ്സ് ഒക്കെ ഉണ്ട്. എവറി സ്മോൾ സ്റ്റെപ്പ് ഓഫ് ഹാർഡ് വർക്ക് ടുഡേ ലീഡ്സ് ടു ബിഗ് സക്സസ് എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതിയാണ്. ഇന്ന് നമ്മൾ കുഞ്ഞി കാര്യങ്ങൾ ചെയ്താൽ പിന്നീട് നമ്മൾ വലിയ കാര്യത്തിലേക്ക് പോകും. ശരിയല്ലേ? പിന്നെ റെഡ് ഈസ് മോസ്റ്റ് പീപ്പിൾ ഫേവറേറ്റ്. റെഡാണ് ലോകത്തിലെ മോസ്റ്റ് പീപ്പിൾ ഫേവറേറ്റ് എന്നാണ് ഉദ്ദേശിച്ചത്. പിന്നെ അങ്ങനെ കുറച്ച് പിക്ചേഴ്സും നെഗറ്റീവ് റെഡ് തീമിലും എഴുതിയിട്ടുണ്ട്. അതങ്ങനത്തെ ഒരു ജേർണലാണ് ഗൈസ്. പിന്നെ അടുത്തത് റെയിൻബോ തീമിലാണ്, എല്ലാ കളേഴ്സും ഉണ്ട്. യു ഡു യുവർ സ്കിൽസ് വെൻ യു ക്യാൻ ഗ്രോ. യു ഡു യുവർ സ്കിൽസ് വെൻ യു ക്യാൻ ഗ്രോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യു ക്യാൻ ഗ്രോ, അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. എനിക്കിങ്ങനെയൊക്കെയാണ് ഗൈസ് ചെയ്ത് അറിയുള്ളൂ. വി ലീവ് എ ക്യൂട്ട് വേൾഡ്. നമ്മൾ ജീവിക്കുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വേൾഡിലാണ് കുറച്ച് പിക്ചേഴ്സ് ഒരു കളർ സ്റ്റിക്കർ അങ്ങനെയൊക്കെ. പിന്നെ നെയിം വെച്ചിട്ട് ശരിക്കും ഇവിടെയൊക്കെ വാഷി ടേപ്പാണ് ഒട്ടിക്കേണ്ടത്. ബട്ട് എൻ്റെ വീതി അത്ര കുറവല്ലേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒട്ടിച്ചിരിക്കുന്നതാണ്. ഹലോ മൈ നെയിം ഇസ് ആൻഡ്രിയ. ഗൈസ് എൻ്റെ പേര് ആൻഡ്രിയ എന്നാണ് ഗൈസ്. ഹലോ മൈ നെയിം ഇസ് ആൻഡ്രിയ. ഓക്കെ, കോളാക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് ബ്രൗൺ തീമാണ്. ബ്രൗൺ തീമിൽ ക്യാമൽസ് ആൻഡ് ബിയേഴ്സ് ആണ്. ക്യാമൽസും ബിയേഴ്സും. ഇത് സ്റ്റിക്കേഴ്സ്, ഇത് പിക്ചേഴ്സ്. പിന്നെ ഇതാണ് ടുഡേ വി വിൽ സ്റ്റഡി യു ഗെറ്റ് ദ ബെനിഫിറ്റ് ഓൺ നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുമ്പോഴാണ് ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത്, ഇതിൻ്റെ ഉപകാരം കിട്ടുന്നത്. അതിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ ഓക്കെ, പിന്നെ ഇത് വെൻ വി സക്സസ് ഇൻ ലൈഫ് യു ഡു ഹാർഡ് വർക്ക് ഇൻ സക്സസ്. നമ്മൾ സക്സസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ ജീവിതത്തിൽ ഹാർഡ് വർക്ക് ചെയ്താലാണ് സക്സസ് ആവാൻ പറ്റുള്ളൂ. അതിനെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് കളർ സ്റ്റിക്കേഴ്സ് പോലത്തെ സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കിയിട്ട് കുറച്ച് പാടാക്കി ഒട്ടിച്ചു. പിന്നെ ഇത് അയ്യോ, ഇതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ജേർണലാണ്. ഇത് കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ എൻ്റെ ഹലോ മൈ നെയിംസ് അതിൽ ഒട്ടിക്കാമെന്ന് പറഞ്ഞത്. അതിൻ്റെ വീതി ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് ഇങ്ങനെ ഡെക്കറേഷൻസും ഇതെന്താണെന്ന് പറഞ്ഞാൽ മെമ്പേഴ്സ് ഓഫ് മൈ ഹോം. ഫാദർ, മദർ, ബ്രദർ, ഗ്രാൻഡ് മദർ. എനിക്ക് ഫാദർ ഉണ്ട്, മദർ ഉണ്ട്, ബ്രദർ ഉണ്ട്, ഗ്രാൻഡ് മദർ ഉണ്ട്. ഇവർ 1 2 3 4 5 പേരുണ്ട്. ഞാനിവിടെ കൂടി 5 പേരാണ് ഞങ്ങളുടെ ഹോമിലുള്ളത്. മൈ മദർ ഈസ് നേഴ്സ്. എൻ്റെ അമ്മ നേഴ്സാണ്. മൈ ഫാദർ ഈസ് വർക്ക്ഡ് ക്രിസ്ത്യൻ ക്ലബ്. എൻ്റെ ഫാദർ വർക്ക് ചെയ്യുന്ന ക്രിസ്ത്യൻ ക്ലബിലാണ്. മൈ ബ്രദർ സ്റ്റഡി ഇൻ 8th. എൻ്റെ ബ്രദർ സ്റ്റഡി ചെയ്യുന്നത് 8th. പിന്നെ ഇങ്ങനെ കുറച്ച് കിട്ടി ഡെക്കറേഷൻസ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു ജേർണലാണ് ഗൈസ് ഇത് പിങ്ക് തീമിൽ. എനിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് പണ്ട് റെഡായിരുന്നു ഇഷ്ടം, ഇപ്പം എനിക്ക് പിങ്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഇത് ഞാൻ കളർ പേപ്പർ വെച്ചിട്ട് ഒട്ടിച്ചതാണ്. ചെറിയ ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ ഇതിൽ. വെൽക്കെയും എന്ന് പറഞ്ഞാൽ ഞാൻ കമ്മിന് CO ഇല്ലേ, അത് ഞാൻ A ആക്കിയതാണ്. ബട്ട് എനിക്കാണെങ്കിലും അപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് കമ്മിൻ്റെ പാസ്റ്റ് ടെൻസ് ആണല്ലോ, അപ്പം വെൽക്കെയും എന്നാക്കിയിട്ട്. പിന്നെ ടു സീ ദ ജേർണൽ. ഇപ്പം പിങ്ക് ടീം ജേർണൽ എന്നൊക്കെ എഴുതിയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ട്. പിന്നെ ഒരു സാധനം കടയുണ്ട്. ഇതാണ് നമ്മുടെ ജേർണൽ. ഇതിൻ്റെ ഒരു സാധനം കടയുണ്ട്. ഞാൻ ഡബിൾ സ്റ്റിച്ച് പഠിച്ചിട്ടില്ല, ചെയിൻ സ്റ്റിച്ചാണ് പഠിച്ചത്. അപ്പം ഞാൻ പറഞ്ഞ പിങ്കാണ് എനിക്കിഷ്ടം, അതുകൊണ്ട് പിങ്കിൻ്റെ മറ്റേ ഊളാണിത്. ഉള്ളിൽ ഞാൻ ഈ ഒരു ഊള് ഫുള്ള് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഒരു കുട്ടി പോട്ടുണ്ട് എനിക്ക്. ആ പോട്ടിൽ ഇങ്ങനെ മണി പ്ലാന്റ് വെച്ചിട്ട് അത് ഒരു ഭംഗിയില്ല, പറഞ്ഞാൽ ഫുള്ള് മറ്റേ ചില്ലാണ്. അപ്പം ഞാൻ വിചാരിച്ചു അത് ഡെക്കറേറ്റ് ചെയ്യാം. അത് എൻ്റെ കൈ കൊണ്ട് തന്നെ ആയിരിക്കണം. അപ്പം എനിക്ക് ഈ ഊളാണ് ആദ്യം ഓർമ്മ വന്നത്. അത് ഞാൻ ഫുള്ള് ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് അതിൽ ഫുള്ള് ഇങ്ങനെ ചുറ്റി വെച്ച് നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോഴും താഴെ ഇരിക്കുന്നുണ്ട്. അതിൻ്റെ ബാലൻസ് വന്ന് ഇതാണ്. ഇതുകൊണ്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും. മറ്റേ ഇതിങ്ങനെ ബോയ് ആക്കിയിട്ട് തൂക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഈ ഒരു ടൂളും കൊണ്ടാണ് ഞാനത് ചെയ്തത്. ഓക്കെ കൂട്ടുകാരെ, ഇത്രയൊക്കെ വേണ്ടി വിളിച്ചോ. ബൈ ബൈ.